So the next portion is when the span is acted upon by several concentrated loads. നമ്മൾ ഇത്രയും നേരം കണ്ടത് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡും യു ഡി എല്ലിൻ്റെ കേസുമാണ്. യു ഡി എൽ ലോങ്ങർ ആൻഡ് ഷോർട്ടർ ദാൻ ദി സ്പാൻ. നൗ വിൽ സീ ദ ഇൻഫ്ലുവൻസ് ലൈൻ ഡ്യൂ ടു സെവറൽ കോൺസെൻട്രേറ്റഡ് ലോഡ്. ആ സെവറൽ കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാവുന്നുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ലോഡും ക്രോസ് ചെയ്യും. അപ്പോൾ ഏത് ലോഡ് ക്രോസ് ചെയ്യുമ്പോൾ ആവറേജ് ലോഡ് ഓൺ ദി ലെഫ്റ്റ് സൈഡും മൈനസ് ആവറേജ് ലോഡ് ഓൺ ദി റൈറ്റ് സൈഡും സൈൻ മാറുമ്പോൾ, ഇപ്പോൾ ആവറേജ് ലോഡ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് പോസിറ്റീവിൽ നിന്ന് ആവറേജ് ലോഡ് ഓൺ ദി റൈറ്റ് സൈഡ് നെഗറ്റീവിലേക്ക് സൈൻ മാറുമ്പോഴാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാവുക. സോ വിൽ സീ ഈ കണ്ടീഷൻ എന്താണെന്ന് പഠിക്കണം. കണ്ടീഷൻ ചോദിക്കാറുണ്ട് എക്സാമിന്. നൗ വിൽ സീ വൺ ക്വസ്റ്റ്യൻ. That is, wheel loads find the maximum value of bending moment at a section 18 meter from the LHS when the load crosses a beam of span 45 meter. സോ ഒരു ബീം 45 മീറ്റർ സ്പാൻ ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ സെക്ഷൻ 18 മീറ്റർ ആണ്. ഇവിടെ 18 മീറ്റർ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള സെക്ഷനാണ് നമുക്ക് അസ്യൂം ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് തന്നിരിക്കേണ്ടത് ഇത്രയും സെവറൽ കോൺസെൻട്രേറ്റഡ് ലോഡ്സ് ഈ സ്പാനിൽ മൂവ് ചെയ്യുന്നുണ്ട്. So first we will assume that loads cross from left to right എന്നുള്ളൊരു അസംഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി സി എന്ന് പറയുന്ന പോയിൻ്റാണ് 18 മീറ്റർ. അവിടെയാണ് നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക. സോ ലോഡ് ക്രോസിങ് ദി സെക്ഷൻ, ആദ്യം ഈ 12 കിലോ ന്യൂട്ടൺ ലോഡ് സെക്ഷൻ ക്രോസ് ചെയ്തു എന്നുള്ളൊരു അസംഷനിൽ എടുക്കുക. സോ ലോഡ് 12 കിലോ ന്യൂട്ടൺ ലോഡ് ക്രോസ് ചെയ്തു. സോ അപ്പോൾ എ സി സ്പാനിൽ എത്ര ലോഡ് ഉണ്ടാവും? ബാക്കി എല്ലാ ലോഡും എ സി സ്പാനിലാണ്. 12 മാത്രം സി ബിയിൽ വരും. സീനെ ക്രോസ് ചെയ്തു 12 മാത്രം. സോ ബാക്കി വരുന്ന ലോഡ്സ് എന്ന് പറഞ്ഞാൽ 17 + 15 + 8 + 5 ഡിവൈഡഡ് ബൈ 80. ആ സ്പാൻ എത്രയാണോ 18. സോ ഈ ലോഡ് എല്ലാം കൂടി കൂട്ടുക, ഡിവൈഡഡ് ബൈ സ്പാൻ 18 ചെയ്യുക, 2.5 കിട്ടും. സി ബിയിൽ ഏത് ലോഡ് മാത്രമാണ്? 12 കിലോ ന്യൂട്ടൺ മാത്രമാണ്. സോ 12 ഡിവൈഡഡ് ബൈ ഈ സ്പാൻ 27.44 കിട്ടും. അതിൻ്റെ ഡിഫറൻസ് 2.5 - 0.44 2.056 വരും. ഇനി അടുത്ത ലോഡ് ഏതാ? 17 കിലോ ന്യൂട്ടൺ സീനെ ക്രോസ് ചെയ്തു. സോ ബാക്കി എ സിയിൽ എത്ര ലോഡുണ്ട്? 15, 8, 5. സോ 15 + 8 + 5 ഡിവൈഡഡ് ബൈ സ്പാൻ 18. അത് കണ്ടുപിടിക്കാം. ഇനി അടുത്തത് 17ഉം 12ഉം ക്രോസ് ചെയ്തു. സോ 17 + 12 ഡിവൈഡഡ് ബൈ 27, 1.07. യു വിൽ ഗെറ്റ് ദ ഡിഫറൻസ് ആസ് 0.49. അടുത്ത ലോഡ് നോക്കുക. 15 കിലോ ന്യൂട്ടൺ സീനെ ക്രോസ് ചെയ്തു. സോ 15 കിലോ ന്യൂട്ടൺ ക്രോസ് ചെയ്യുമ്പോൾ ബാക്കി ലോഡ്സ് എ സിയിൽ എത്രയാണ്? 8 + 5. സോ 8 + 5 ഡിവൈഡഡ് ബൈ 18, 0.72 വരും. അടുത്ത സി ബി സ്പാനിൽ 15, 17, 12. സോ 15 + 17 + 12 ഡിവൈഡഡ് ബൈ 27, 1.63 വരും. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് -0.91 വരും. സോ ആദ്യത്തെ രണ്ട് ഡിഫറൻസ് പോസിറ്റീവാണ്. ഇവിടെ എത്തിയപ്പോൾ നെഗറ്റീവായി. സോ ഡിഫറൻസ് നെഗറ്റീവായി, ചേഞ്ച് ചെയ്തു സൈന്. സം ഓഫ് ദി ലോഡ്സ് സൈൻ ചേഞ്ച് ചെയ്തു. സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ സോ 15 കിലോ ന്യൂട്ടൺ അറ്റ് സെക്ഷൻ സിയിലെത്തുമ്പോഴാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാവുക. സോ അത് 15 കിലോ ന്യൂട്ടൻ്റെ സെക്ഷനിൽ വയ്ക്കുക. സോ മൂവിങ് ലോഡ് സിയിൽ വയ്ക്കുക. എന്നിട്ട് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക. സോ ILD വരയ്ക്കുക. 15 കിലോ ന്യൂട്ടൻ്റെ ഈ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് x × L - x ഡിവൈഡഡ് ബൈ L. എക്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെ 18, L - x എന്ന് പറയുന്നത് 27 ഡിവൈഡഡ് ബൈ L എന്ന് പറയുന്നത് 45. സോ 10.8 കിട്ടും. ഇനി ഇവിടുത്തെ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ 10.8 ഇൻറ്റു ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്, ഈ സ്പാൻ, ദാറ്റ് ഈസ് 12/18. അതുപോലെ ഇവിടുത്തെ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ 10.8 ഇൻറ്റു ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് 8 ഡിവൈഡഡ് ബൈ AC, ദാറ്റ് ഇസ് 80. ഇനി ഇവിടുത്തെ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ 10.8 ഇൻറ്റു ബിയിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 27. ഓക്കെ. ഇനി ഈ 12ൻ്റെ 10.8 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 17 ഡിവൈഡഡ് ബൈ 27, ദാറ്റ് ഇസ് 6.8. സോ ഇതാണ് ILD ഫോർ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി. ഇനി മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു ആ ഓർഡിനേറ്റ് 4.8 + 8 ഇൻറ്റു 7.2 + 15 ഇൻറ്റു 10.8 + 17 ഇൻറ്റു 8.4 + 12 ഇൻറ്റു 6.8. സോ വാട്ട് ഈസ് ദി വാല്യൂ? 468 കിലോ ന്യൂട്ടൺ മീറ്റർ. സോ നമ്മൾ അത്രേ ചെയ്തിട്ടുള്ളൂ. അതായത് പോയിൻ്റ് ഓഫ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് സെക്ഷൻ ക്രോസ് ചെയ്യണമെന്ന് നോക്കണം.
മൈനസ് വാല്യൂ നിന്ന് അല്ലെ പ്ലസ് വാല്യൂ അല്ലെങ്കിൽ പ്ലസ് ലോഡ് വാല്യൂ നിന്ന് മൈനസ് വാല്യൂ എപ്പോഴാണോ ആകുന്നത് അപ്പോഴാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരിക. ആ സെക്ഷനിൽ ആ ലോഡ് ആക്ട് ചെയ്യുമ്പോഴാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരിക. അത് കഴിഞ്ഞിട്ട് ആ സെക്ഷനിൽ ആ ലോഡ് വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ILD വരയ്ക്കുക. ILD വരച്ച് കഴിഞ്ഞിട്ട് ഓരോ ഓർഡിനേറ്റ്സും കണ്ടുപിടിക്കുക. പോയിൻ്റ് ലോഡിൻ്റെ നമ്മളെങ്ങനെ ILD എടുക്കുക, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എടുക്കണം എങ്ങനെയാണ്, ആ പോയിൻ്റ് ലോഡ് ഇൻറ്റു കറസ്പോണ്ടിങ് ഓർഡിനേറ്റ്, അതെല്ലാം കൂടി സം ചെയ്യാം. ദാറ്റ് ഈസ് ദി മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. എ ലോഡ് സിസ്റ്റം ആസ് ഷോൺ ക്രോസസ് എ ഗർഡർ ഓഫ് സ്പാൻ 25 മീറ്റർ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഇതാണ് മൂവ് ചെയ്യുന്നത്. ഇത്രയും കോൺസെൻട്രേറ്റഡ് ലോഡ്സ് മൂവ് ചെയ്യുകയാണ് വിത്ത് 60 kN ലോഡ് ലീഡിങ്. സോ 60 kN ലോഡാണ് ലീഡ് ചെയ്യുന്നത്. സോ ദിസ് ലോഡ് ഇസ് ലീഡിങ്. ഇതാണ് ഫസ്റ്റ് ലോഡ് വരിക. ഇനി ഫൈൻഡ് ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് 15 മീറ്റർ ഫ്രം ലെഫ്റ്റ് ആൻഡ് ഓൾസോ ഫൈൻഡ് ദി ആബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് വേർ ഇറ്റ് occurs. So first we will see this B. So this is the span ACCB. AC ഡിസ്റ്റൻസ് 15 മീറ്റർ ആണ്. 15 മീറ്ററിലാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. സോ ഇനി സിയിൽ ഏത് ലോഡ് വരും എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ സി ലോഡ് ക്രോസിങ് സി ആദ്യം 60 kN. ഈ 60 kN ലോഡാണ് ലീഡിംഗ് എന്നാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. സോ ആദ്യം ഈ 60 kN ലോഡ് സീനെ ക്രോസ് ചെയ്തു. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. സോ സിയിൽ ക്രോസ് ചെയ്തു. സോ എ സിയിൽ വരുന്നത് ഏതാ, ഈ 60 മാത്രം. സോ 60 ഡിവൈഡഡ് ബൈ 15 ദാറ്റ് ഇസ് 4. ബാക്കി അപ്പുറത്ത് വരുന്നത് എത്രയാണ്, 80, 60, 100. സോ 80 + 60 + 100 ഡിവൈഡഡ് ബൈ 10, 24 കിട്ടും, -20 കിട്ടും ഡിഫറൻസ്. ഇനി അടുത്ത ലോഡ് ഏതാണ്, 60 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലോഡ് ഏതാണ്, 80 kN സീനെ ക്രോസ് ചെയ്തു. സോ 60ഉം 80ഉം എ സിയിൽ വന്നു. സോ ഇറ്റ് വിൽ ബി 9.33. മറ്റതിൽ 16 കിട്ടും, ഡിഫറൻസ് എഗെയിൻ മൈനസ് ആണ്. ഇനി അടുത്ത 60 kN ക്രോസ് ചെയ്തു. സോ ഈ 3 ലോഡും എ സിയിൽ വന്നു. ലാസ്റ്റിൽ സി ബിയിൽ 100 മാത്രം. സോ അവിടെ +3.33 ആയി. സോ ഇവിടെ സൈൻ ചേഞ്ച് ചെയ്തു. സോ ഈ സെക്കൻഡ് 60 kN ലോഡ് സിയിലെത്തുമ്പോഴാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് 60 kN പിടിച്ച് സിയിൽ വയ്ക്കുക. എന്നിട്ട് നേരത്തെ വരച്ച പോലെ ILD വരയ്ക്കുക, ഓരോ ഓർഡിനേറ്റ്സും കണ്ടുപിടിക്കുക. ആ ലോഡ് ഇൻറ്റു കറസ്പോണ്ടിങ് ഓർഡിനേറ്റ് വിൽ ഗിവ് യു ദി ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ദി സെക്ഷൻ. ഇത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ചെയ്യാം. ഇനി നമ്മുടെ അടുത്ത് ഈ ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റും കൂടി ചോദിച്ചിട്ടുണ്ട്. അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വിൽ occur അണ്ടർ ദി ഹെവിയർ ലോഡ് ഫോളിങ് ക്ലോസ് ടു ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ലോഡ് സിസ്റ്റം. അതായത് ഏത് ഹെവിയർ ലോഡാണോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ അടുത്ത് കിടക്കുന്നത് അപ്പോഴാണ് അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാകുന്നത്. സോ അതിന് മുമ്പേ നമ്മൾ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ആദ്യം ഈ എൻഡ് എടുക്കുക. സോ വിത്ത് റെസ്പെക്ട് ടു ദിസ് ദാറ്റ് ഇസ് 60 × 0 + 80 × 3 + 60 × 7 + 100 × 9 ഡിവൈഡഡ് ബൈ 60 + 80 + 60 + 100. ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് പ്ലസ് ലോഡ് ഡിവൈഡഡ് ബൈ സം ഓഫ് ദി ലോഡ്സ്. അതാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത്. സോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് 5.2 മീറ്റർ ഫ്രം ദി ഫസ്റ്റ് 60 kN ലോഡ്. സോ ഈ കിലോന്യൂട്ടൺ ലോഡ്, കാരണം ഇതാണ് നമ്മൾ ബേസ് എടുത്തത്. സോ ഇവിടെ നിന്ന് 5.2 മീറ്റർ ആണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സോ ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ അടുത്ത് ഏത് ഹെവി ലോഡാണോ ഫോളോ ചെയ്യുന്നത് അപ്പോഴാണ് അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാവുക. സോ ആ 5.2ൻ്റെ അടുത്ത് ഏതാണ് ഹെവി ലോഡ് വരുന്നത്, നമുക്ക് ഇവിടെ നിന്ന് അറിയാം സെക്കൻഡ് 60 kN ലോഡാണ് അതിൻ്റെ അടുത്ത് കിടക്കുന്നത് സി. ഓക്കെ, 5.2 മീറ്ററിൻ്റെ അടുത്ത് കിടക്കുന്നത് 60 kN ആണ്. സോ 60 at C ആണ്. ബാക്കി ലോഡ്സൊക്കെ അവിടെ വെച്ചു. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി 5.2 ഇവിടെ മാർക്ക് ചെയ്തു. സോ ഇത് മൊത്തം 7 മീറ്റർ ആണ്. സോ ദിസ് വിൽ ബി 1.8 മീറ്റർ. 7 - 5.2 ഇത് മൊത്തം 1.8 കിട്ടും. അതിൻ്റെ പകുതിയായിരിക്കും 0.9 ആയിരിക്കും വരിക. എന്നിട്ട് ILD വരയ്ക്കാം. ILD വരച്ച് കഴിഞ്ഞിട്ട് ലോഡ് ഷുഡ് ബി സച്ച് ദാറ്റ് സെൻറ്റർ ഓഫ് അതായത് സ്പാനിൻ്റെ സെൻറ്ററും 60 kN സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെയും സെൻറ്ററും ഈക്വൽ ആയിരിക്കണം. സോ ആ രീതിയിലാണ് ഇത് ഡിവൈഡഡ് ബൈ 2 ചെയ്തത്. രണ്ടിൻ്റെയും സ്പാനിൻ്റെ സെൻറ്റർ ഷുഡ് ബി ദ മിഡ് വേ ബിറ്റ്വീൻ ദി 60 kN ലോഡ് ആൻഡ് ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. 60 kN സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെയും സെൻറ്ററിലായിരിക്കണം സ്പാനിൻ്റെ പകുതി വരുന്നത്.
ഓക്കെ. സോ അത് വെച്ചിട്ട് സ്പാനിൻ്റെ പകുതി എത്രയപ്പോൾ 12.5 മീറ്ററാണ് സ്പാനിൻ്റെ പകുതി വരിക. സോ ഇവിടുന്ന് ഇവിടം വരെ 12.5 ആണ്. സോ അത് ഈ 60 കിലോ ന്യൂട്ടൻ്റെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിൻ്റെയും മിഡ് വെയിലായിരിക്കണം. സോ ഇത് മൊത്തം 1.8 ആണ്. സോ അപ്പോൾ ഇത് 0.9 വരും, ഇതും 0.9 വരും, ബൈ 2 വരും. ഓക്കെ. സോ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് 13.4 എന്ന് കിട്ടും. സോ ഈ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എൽ, ദാറ്റ് ഈസ് 13.4 ഇൻറ്റു ഇവിടുത്തെ ഡിസ്റ്റൻസ് 11.6 ഡിവൈഡഡ് ബൈ 25, 6.22 വരും. പിന്നെ ഓരോ റേഷ്യോസ് കണ്ടുപിടിക്കുക. 6.22 ഇൻറ്റു ഇവിടെ നിന്ന് ഇവിടം വരെ 9 ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയാണെന്ന് നോക്കുക. 9.4 വരും, ഡിവൈഡഡ് ബൈ 13.4 is equal to 4.36. ഇവിടെ അതുപോലെ തന്നെ 6.22 ഇൻറ്റു 6.4, ഇവിടെ നിന്ന് ഇവിടം വരെ 6.4 ഡിവൈഡഡ് ബൈ 13.4. ഇവിടെ നിന്ന് അതുപോലെ 6.22 ഇൻറ്റു ഇവിടെ നിന്ന് ഇവിടം വരെ 9.6 ഡിവൈഡഡ് ബൈ 11.6 is equal to 5.15. സോ ആദ്യം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. അബ്സല്യൂട്ട് മാക്സിമം ചോദിച്ചാൽ മാത്രം ഇത് ചെയ്താൽ മതി. ആദ്യം അതിന് വേണ്ടിയിട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞ ശേഷം അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ഉണ്ടാവുന്നത് അണ്ടർ ദി സെക്കൻഡ് 60 കിലോ ന്യൂട്ടൺ ലോഡാണ്. ഇത് നമ്മൾ നേരത്തെ വരച്ചതാണ്. സോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെയാണ്. ലോഡ് ഷുഡ് ബി സച്ച് ദാറ്റ് സെൻറ്റർ ഓഫ് ദി സ്പാൻ, അതായത് ഇത് 12.5, ഷുഡ് ബി ദ മിഡ് വേ ബിറ്റ്വീൻ ദി 60 കിലോ ന്യൂട്ടൺ ലോഡ് ആൻഡ് ദി ജി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സോ അതിൽ നിന്ന് ആ ഡിസ്റ്റൻസും കിട്ടും.